നമസ്കാരം. പ്രായം എത്തുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് പലപ്പോഴും എല്ലുകൾക്കും മസിലുകൾക്കും ഒക്കെ ബലക്ഷയം സംഭവിക്കുകയും ശരീരം ദുർബലമാകുന്നത് പോലെയൊക്കെ തോന്നാറുണ്ടോ? ഇങ്ങനെയുള്ള സമയത്ത് ചർമ്മത്തിനെ അത് കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. പെട്ടെന്ന് പ്രായം എത്തുന്നതിന് മുൻപ് തന്നെ ചുളിവുകൾ വന്നിട്ട് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ പോലും കുറച്ചു പോകുന്ന രീതിയിലൊക്കെ തന്നെ നമ്മുടെ ചർമ്മം നമ്മളോട് പെരുമാറാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് വളരെ അതിവിശിഷ്ടമായിട്ട് ആയുർവേദത്തിൽ കാണുന്ന ഒരു ധാന്യമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുത്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അതേതാണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നെല്ലാം അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജൻ. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിൽ ഒരു നറിഷിംഗ് തെറാപ്പി ഉണ്ട്. ഷഷ്ടികശാലി പിണ്ടസ്വേദം എന്ന് പറയും, അല്ലെങ്കിൽ നവരക്കിഴി എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. ഇത് നമുക്ക് ശരീരത്തിൽ മൊത്തത്തിൽ ബോഡിക്ക് ഒരു നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നതിലുപരി വളരെയധികം ശരീരം ദുർബലമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ പിടിച്ചുയർത്താൻ പറ്റുന്നതും നല്ലൊരു റിഫ്രഷിങ് ഫീല് കിട്ടുന്നതുമായിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കുന്നത് കാരണം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു പ്രസരിപ്പും അല്ലെങ്കിൽ ഉന്മേഷവും മസിലിനും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ടോണിൻ്റെ വ്യത്യാസവും ശരീരത്തിന് മൊത്തത്തിലൊരു കാന്തി വർദ്ധിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇന്ന് ഇത് മാത്രമാണോ? അല്ല, ചില സ്റ്റിഫായിട്ടിരിക്കുന്ന ചില സന്ധികളൊക്കെ ഉണ്ടല്ലോ, അത്തരം ഭാഗങ്ങളൊന്നും അനക്കാൻ പറ്റാണ്ടെയൊക്കെ നമ്മൾ വേദന സഹിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് വേദന മാറ്റാനും ഈ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും നല്ല സ്മൂത്ത് ജോയിൻ്റ് ആക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്നതുകൂടിയാണ്. എന്ന് വെച്ചാൽ വിദേശികൾക്കൊക്കെ ഏറെ പ്രിയങ്കരമായിട്ടുള്ളത് ഒന്നും കൂടിയാണ് ഈ നവര എന്നുള്ളൊരു കിഴി. ഇത് പലപ്പോഴും അവർ സ്കിന്നിൻ്റെ റെജുവിനേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനായിട്ട് കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. ഷഷ്ടികശാലി പിണ്ടേസ്തു ക്ഷീരസിദ്ധേ സംബ്രംഹണേ സ്വീതനം ബലവർണാഗ്നി പുഷ്ടിതം വാദനാശനം എന്നുള്ളതാണ്. അതായത് ബലം വർദ്ധിപ്പിക്കാൻ, ശരീരകാന്തി കൂട്ടാനായിട്ട്, മസിലുകളുടെയൊക്കെ ബലം വർദ്ധിപ്പിക്കുന്നതിന് കൂടെ തന്നെ ഇത് ശരീരത്തിന് കാന്തി അല്ലെങ്കിൽ നല്ല വർണ്ണം നൽകുന്നത്, സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാനും വാദത്തെ എല്ലാം തന്നെ ശമിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഇത് അതിവിശിഷ്ടമായിട്ടുള്ള ഔഷധ ഗുണമുള്ളതാണ് ഷഷ്ടിക അല്ലെങ്കിൽ നവര എന്നുള്ളത്. കഷായത്തിൽ വേവിക്കണം. ഇത് കഷായത്തിൽ വേവിക്കുക എന്ന് പറയുമ്പം ഓരോ ആളുകളുടെ ശരീരപ്രകൃതിയും അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഡോക്ടറിൻ്റെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് മരുന്നുകളൊക്കെ മാറ്റിയിട്ട് കഷായം വെക്കാറുണ്ടെങ്കിലും കോമൺ ആയിട്ട് ഇതിൽ നമുക്ക് കൂടുതലും ഇത്തരം വാദ സംബന്ധമായ അസുഖങ്ങളിലും ഇതുപോലെ നാടിഞരമ്പുകളൊക്കെ ബലപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന രീതിയിൽ ബല അല്ലെങ്കിൽ കുറുന്തോട്ടിയുടെ വേര് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അത് വേര് ഫ്രഷ് ആയിട്ടുള്ള വേരൊക്കെ ചതച്ച് വളരെ ഫൈനായിട്ട് ചതച്ച് കിഴി കെട്ടിയിട്ട് കഷായം തിളപ്പിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. ആവശ്യമെങ്കിൽ മറ്റു മരുന്ന് കൂട്ടുകളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഷായം വെച്ച് പാലും ചേർത്ത് ഒക്കെയാണ് ഇത് തയ്യാറാക്കുന്നത്. അതും ഒറ്റ പശുവിൻ്റെ പാല്, ഫ്രഷ് ആയിട്ടുള്ള പാലൊക്കെ എടുത്തിട്ട് അത്രയേറെ അതിവിശിഷ്ടമായിട്ട് തയ്യാറാക്കുന്ന ഒരു കിഴി കൂടെയാണ്. ഇത്തരം കിഴി ശരീരത്തിൽ റബ്ബ് ചെയ്ത് ചൂടാക്കിയിട്ട് വിയർപ്പിച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു സ്വേദനം പ്രൊസീജിയറാണ് ഷഷ്ടികശാലി പിണ്ടസ്വേദ എന്നുള്ളത്. പ്രൊസീജിയർ എങ്ങനെയുള്ളത് എന്നുള്ളത് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഗുണപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം കർക്കിടക മാസത്തിലൊക്കെ തന്നെ നമുക്ക് വളരെയധികം അനിവാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ്. അത് വലിയൊരു എമൗണ്ടിലൊക്കെ ചെയ്യുമ്പോൾ 1.5 ലിറ്റർ പാലും ഒരു 6 ലിറ്റർ വെള്ളമൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് 150 ഗ്രാം കുറുന്തോട്ടി വെച്ച് പിന്നെ അത് 1/2 ലിറ്ററൊക്കെ ആക്കിയിട്ട് വറ്റിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത്. പിന്നെ ഇത് നന്നായിട്ട് ഈ നവര നന്നായിട്ട് വെന്തുടയുന്ന രീതിയിൽ നമുക്ക് എടുക്കണം. ആ ഒരു ചോറ് വെച്ചിട്ടാണ് കിഴി കെട്ടുന്നത്. ഇത് തന്നെ ഒരു 45 മിനിറ്റോളം ഈ പ്രൊസീജിയർ തുടർന്നുകൊണ്ടിരിക്കും. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ ദേഹത്തെ എണ്ണ തേച്ചതിന് ശേഷമാണ് ഈ കിഴിയൊക്കെ പിടിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാക്കി വരുന്ന ഈ ഒരു കഞ്ഞി ഉണ്ടല്ലോ, ഷഷ്ടിക നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള, അത് തന്നെ ദേഹത്തൊക്കെ പുരട്ടി വെക്കും കുറച്ച് സമയം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് അത് മുഴുവനായിട്ട് വടിച്ചെടുത്ത് വീണ്ടും എണ്ണ തേച്ചിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. 7, 9, 11, 14, 21, 28 ഇങ്ങനെയുള്ള എത്രയും ദിവസങ്ങൾ അത് രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ തീരുമാനിക്കാവുന്നതാണ്. ആ രീതിയിൽ ചെയ്തെടുക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്രൊസീജിയർ
പ്രൊസീജിയറാണത്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ അതിവേഗത്തിൽ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശരീരത്തിന് മൊത്തത്തിൽ ഒരു കാന്തി വരികയും വളരെയധികം ക്ഷീണിതരായിട്ടൊക്കെ ദുർബലരായിട്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെ രോഗപീഡിതരൊക്കെ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെ തന്നെ ഇതുപോലെയുള്ള നവരക്കിഴിയൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ട്രീറ്റ്മെൻറ്റുകളിലും വളരെ ക്ഷീണിതരായിട്ടുള്ളവർക്കൊക്കെ അവസാന ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഇത് പറയാറ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മസിലുകളൊക്കെ നല്ല രീതിയിൽ ബലപ്പെട്ട് വന്ന് നല്ല ഒരു ആരോഗ്യം പുഷ്ടിയൊക്കെ തന്നെ വരാൻ ഇതൊരു റെജുവിനേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ പക്ഷാഘാതം ഉള്ള അവസ്ഥയിൽ, സന്ധിവേദനയോ സ്പൈനൽ കോഡ് ഡീജനറേഷൻ തുടങ്ങിയിട്ടുള്ള അവസ്ഥയിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ തന്നെ ഈ ഒരു കിഴിയെ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ ഇത് ഏറെ അധിക ആളുകളിലേക്കും എത്തിപ്പെടുന്നത് സൗന്ദര്യ സംരക്ഷണം എന്നുള്ളൊരു രീതിയിലാണ്. അതിന് വളരെ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത് ശരീരത്തിന് കാന്തി നൽകും എന്നുള്ളത് പറയുന്നതിന് കൂടെ നമ്മൾ ഫേഷ്യലായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് സ്കിന്നിലേക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് കൂടിയാണ്. ഇത്തരം കിഴിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഫേഷ്യലിനെ കുറിച്ചിട്ടോ ഒക്കെ കൂടുതൽ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഇത്രത്തോളം ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ DIY ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്തരം നവര എന്നുള്ളത്. ഈ നവര തന്നെ നമുക്ക് കഞ്ഞിയായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാലൊക്കെ ഇതുപോലെ നമുക്ക് രോഗാവസ്ഥ, ഒരു പനിയോ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് നമ്മൾ വളരെയധികം ക്ഷീണിതരായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റം വരാനായിട്ട് ഒന്നാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കി ഉലുവയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുണ്ട്. ഇത് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരുപോലെ, ഇത് സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, പുരുഷന്മാർക്ക് ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. ഇതൊക്കെ മസിലിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. മസിൽ വീക്ക്നെസ്സോ മസിൽ വേസ്റ്റിങ്ങോ ക്ഷീണോ കൈകാലുകളിൽ തരിപ്പ്, മരവിപ്പ്, ന്യൂറോപ്പതി പ്രശ്നങ്ങൾ, സന്ധിവേദന, നടുവേദന, ഫേഷ്യൽ പാൽസി, ഹെമിപ്ലീജിയ, പാരലൈസിസ് തുടങ്ങിയിട്ടുള്ള എല്ലാ അവസ്ഥയിലും വാതരോഗികളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. പ്രത്യേകിച്ച് കഴുത്ത് വേദന, നടുവേദന, സയാറ്റിക്ക, മസിൽ ക്ഷീണം, ഞരമ്പ് തരിപ്പ്, പക്ഷാഘാത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ നമുക്ക് ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ പോയാൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു ചികിത്സയിൽ ഒന്നാണിത്. പിന്നെ ശരീരത്തിലെ ധാതുക്കളെ പോഷിപ്പിക്കാനും വാതദോഷം ശമിപ്പിക്കാനും മാംസം, അസ്ഥി, മജ്ജ ധാതുക്കൾക്കൊക്കെ തന്നെ പോഷണം നൽകാനും ശരീരത്തിന് തന്നെ ഒരു പുതുജീവൻ നൽകാനും കൂടെ സഹായിക്കുന്ന ഒന്നാണ്. ഞവര അരി എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ള അരി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്ഭവം കേരളത്തിൽ നിന്നാണ്. ഇതൊരു ഇത് വിതച്ച് കഴിഞ്ഞിട്ട് 60 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ വിളവെടുക്കുന്നുണ്ട്. ഇത് മിനുക്കാത്തൊരരിയാണ്. ചുവപ്പ് കലർന്ന് തവിട്ട് നിറത്തിൽ കാണുന്നതാണ്. ആയുർവേദത്തിൽ ഭക്ഷണമായി മാത്രമല്ല ഈ പറഞ്ഞ പോലെ മരുന്നായിട്ടും വ്യാപകമായി ഉപയോഗിക്കുന്ന ഉയർന്ന പോഷക മൂല്യങ്ങൾ കാരണം ഇത് പരമ്പരാഗത സൂപ്പർ ഫുഡുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ഞവര അരി കഴിക്കുന്നതിനുള്ള ഒരു മാർഗം, ഇതൊരു പാനീയം രൂപത്തിലും നമുക്ക് കഴിക്കാം. അരി കഴുകി 3 ഇരട്ടി വെള്ളം ചേർത്ത് വേവിച്ച് അരി ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ വെള്ളം അരിച്ചെടുക്കുക. എന്നിട്ട് രുചിക്കായി കുറച്ച് പിങ്ക് സോൾട്ടും കൂടെ ചേർത്ത് അല്പം കുരുമുളകും വേണേൽ ചേർത്തിട്ട് ഒരു പാനീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമേ. ആയുർവേദത്തിലെ മികച്ച ധാന്യങ്ങളിൽ ഒന്നായിട്ടുള്ളതാണ് നവര. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് രക്തം, എല്ലുകൾ, പേശി, പ്രത്യുൽപാദന, ടിഷ്യൂ തുടങ്ങിയ എല്ലാ ധാതുക്കൾക്കും നല്ല ഊർജവും പോഷണവും ഒക്കെ നൽകുന്നുണ്ട്. ഇത് വെള്ളമോ പാലോ ഉപയോഗിച്ചിട്ട് പാകം ചെയ്ത് പോഷകമുള്ള ഒരു കഞ്ഞിയായിട്ട് തന്നെ നമുക്ക് സാധാരണ കഞ്ഞിയായിട്ട് കുടിക്കാനെടുക്കാം. ഇല്ലെങ്കിൽ ശർക്കരയോ തേനോ ഒക്കെ ചേർത്തിട്ട് മധുരമുള്ളതും ഒക്കെ ചേർത്തിട്ട് ഒരു കറുവപ്പട്ട, ഏലക്കായോ ഒക്കെ ഒരു ടേസ്റ്റിനായിട്ട് ഉപയോഗിച്ച് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമായിട്ടും തയ്യാറാക്കാം. പിന്നെ പാലും ഒക്കെ ചേർത്ത് കുങ്കുമപ്പൂവും കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർത്ത് പാകം ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് ശരീരത്തിന് ഗുണമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാം. ഇനി വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ തൂക്കം വെക്കാത്തൊരു പ്രശ്നമൊക്കെ പലരും പറയാറുണ്ടല്ലോ, ഇതും കൂടെ ഈ കൂട്ടത്തിലൊന്ന് ഉൾപ്പെടുത്തുകയാണ്. പലരും ചെറിയ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റാഗി കുറുക്കൊക്കെ കൊടുക്കില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഇതുപോലെയുള്ള നവരേരി ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചു വയ്ക്കുക. അതിനുശേഷം സാധാരണ നിങ്ങൾ കുറുക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ശർക്കരയോ പനങ്കൽക്കണ്ടോ ഒക്കെ ചേർത്തിട്ട് കുറുക്കാക്കിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ നല്ലൊരു ശരീരകാന്തിയും ശരീരബലവും മസിലിനും ഒക്കെ ഒരു ബലവും ഒക്കെ വളർച്ചയും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു ഔഷധ മൂല്യമുള്ള ഇതാണ് ഈ ഒരു നവരരി എന്നുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താം. ഫേഷ്യലിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള അറിയാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, നമുക്ക് നോക്കി ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ
ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കർക്കിടക മാസത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉപകാരമാവട്ടെ. അവർക്ക് കൂടെ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.